വായനയിൽ നിന്നും വഴിതെറ്റിയാണ് വത്സല എഴുത്തിൻ്റെ ലോകത്തെത്തുന്നത്. അക്ഷരമുറച്ചത് മുതൽ ഇന്നോളം വായനയുടെയും അന്വേഷണത്തിൻ്റെയും അണയാത്ത അഗ്നി അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. കവിതയ്ക്കും കഥകൾക്കുമപ്പുറം, സാഹിത്യത്തിനുമപ്പുറം എല്ലാത്തരം അറിവിൻ്റെയും സ്വാതന്ത്ര്യത്തിലേക്കാണ് അവർ നടന്നു കയറിയത്. ബിരുദവും അധ്യാപന പരിശീലനവും നേടി 21-ാം വയസ്സിൽ അധ്യാപികയായി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ജീവിതത്തെയും സ്വപ്നങ്ങളെയും സ്വന്തം കാലടിയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള പെൺനിശ്ചയത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു അത്. ജനിച്ചതും വളർന്നതും ഇപ്പോഴും ജീവിക്കുന്നതും കോഴിക്കോട് ജില്ലയിലെ സ്വന്തം ഗ്രാമത്തിലായിരുന്നിട്ടും വത്സലയെ വയനാടിൻ്റെ കഥാകാരിയായാണ് സഹൃദയലോകം സ്വീകരിച്ചത്. ടീച്ചർ ആഗ്നേയം എന്നൊരു നോവൽ രചിച്ചിട്ടുണ്ടല്ലോ, അത് മരിച്ചുപോയ നക്സലൈറ്റ് വർഗീസ് എന്ന ആളെക്കുറിച്ച് എഴുതിയിട്ടുണ്ടെന്നറിയാം. ആ ആളെക്കുറിച്ച് തന്നെ എഴുതാനുള്ള കാരണം? ഞാൻ നെല്ല് എഴുതി അവസാനിപ്പിച്ച ദിവസമാണ് വർഗീസിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ അവിടെ തിരുനെല്ലിയിൽ എനിക്ക് പരിചയമുള്ള സ്ഥലത്ത് പരിചയമുള്ള ഒരാളെ കൊല ചെയ്തു എന്ന് കേട്ടത്. ഈ സംഭവം ഞാൻ മുൻകൂട്ടി കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നെല്ലിൻ്റെ ജീവിതകാലം അത്ര കണ്ട് മനുഷ്യരെ മതിക്കുന്ന, വേദനിപ്പിക്കുന്ന, അനീതികൾ നിറഞ്ഞ ഒരു കാലമായിരുന്നു. മനുഷ്യ ജീവിതങ്ങൾ വളരെ നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു കാലം. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം എൻ്റെ മനസ്സിൽ ആദ്യം തോന്നിയിരുന്നു. അതുകൊണ്ട് ഈ സംഭവം കേട്ട അന്ന് തന്നെ ആഗ്നേയം കൂടി എഴുതണം എന്നുള്ള ഒരു തീരുമാനം എൻ്റെ മനസ്സ് തന്നെത്താൻ എടുക്കുകയായിരുന്നു. അത്ര കണ്ട് ഞാൻ പ്രതീക്ഷിച്ചിരുന്ന ഒരു പരിണാമമാണിത്. പിന്നെ വർഗീസിനെ എനിക്ക് പരിചയമുണ്ടായിരുന്നു. വർഗീസിന് ഒരിക്കൽ മാത്രമേ പരിചയപ്പെട്ടുള്ളൂ. അദ്ദേഹം ജനങ്ങളോട് സ്നേഹമുള്ള ഒരു യുവാവായിരുന്നു. അങ്ങേയറ്റം മനുഷ്യസ്നേഹിയായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു. നെല്ല് എന്ന നോവൽ എഴുതി അവസാനിപ്പിച്ച് അന്ന് ഈ സംഭവം നടന്നപ്പോൾ ടീച്ചർ മുൻകൂട്ടി കണ്ടു എന്ന് പറഞ്ഞില്ല. അതെന്താണ്, ഇങ്ങനെ ഒരു നക്സലൈറ്റ്സ് ഇങ്ങനെ വരുമെന്നാണോ, അതല്ലെങ്കിൽ ഇങ്ങനെ അടിച്ചമർത്തപ്പെടുന്ന ആളുകൾ ഒരിക്കലും മുതലാളിത്തത്തിനെതിരെ ആഞ്ഞടിക്കും? കേരളത്തിൻ്റെ ചുറ്റുപാടിൽ നക്സൽ മൂവ്മെൻറ്റ് അന്ന് കുറേശ്ശെ വന്നു തുടങ്ങിയതാണ്, കേരളത്തിന് പുറത്തും ബംഗാളിലൊക്കെ. അപ്പോൾ ബംഗാളിൽ ഉള്ളതിനേക്കാളും പരിതാപകരമായ ഒരവസ്ഥ തിരുനെല്ലിക്കാട്ടിലെ ആദിവാസികളുടെ ജീവിതത്തിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു പ്രവർത്തനത്തിന് ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല. ആ റിയാക്ഷൻ അടുത്ത എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. ചെറുകാടൊക്കെ ആയിട്ട് ടീച്ചർക്ക് നല്ല വ്യക്തിബന്ധമുള്ള? ചെറുകാട് എന്നെ പഠിപ്പിച്ചില്ല എന്നുള്ളൂ. ഞാൻ ഒരു ഗുരുനാഥനെ പോലെ ഞങ്ങൾക്ക് ബഹുമാനമൊക്കെ ആയിരുന്നു. ഞാൻ കുട്ടിയാകുമ്പോൾ ചെറുകാടിൻ്റെ നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളെ നാട്ടിൽ ചെറുകാടിനെ അവതരിപ്പിച്ചിട്ട് ചെറുകാടിനെ എൻ്റെ തറവാട്ടിൽ വന്നിട്ട് ഒരു രാത്രി താമസിച്ച്, നാടകം കഴിഞ്ഞിട്ട് രാത്രി ഞങ്ങളെ തറവാട്ടിൽ താമസിച്ചിട്ട് അന്ന് ഞാൻ രാവിലെ അദ്ദേഹത്തിന് ഒന്ന് കാണാൻ വേണ്ടി മുറ്റത്ത് അദ്ദേഹം പല്ലിച്ച് മുഖം കഴിയുമ്പോൾ പോയി വയ്ക്കുക ഓർക്കുന്നുണ്ട്. ആദ്യത്തെ നാടകം. പിന്നീട് ടീച്ചർ എഴുത്തുകാരി അതിന് ശേഷം ചെറുകാട് പല കോളേജിലും സംസാരിക്കാൻ പോവുകയായിരുന്നു, പല വേദിയിലും. അതിൽ യാദൃച്ഛികമായിട്ട് പലപ്പോഴും അതിലും ഞാനൊരു പ്രസംഗിയായിട്ട് തുടക്കക്കാരിയായിട്ട് ഞാൻ ഉണ്ടാവാറുണ്ടായിരുന്നു.